വെൽക്കം ടു പോട്ടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ എളുപ്പത്തിൽ വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ പറ്റുന്ന പെട്ടെന്നൊരു ഗ്രീൻ പീസ് കറി നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇതിന് കുറച്ച് ചേരുവകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട്, പോരാത്തത് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുത്തുക. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് നാളികേരത്തിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ഇട്ടിട്ട് അരയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് തയ്യാറായിട്ടുണ്ടാവും. അത് ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എത്ര ചാറ് വേണോ, നമുക്ക് തിക്ക് വേണമെങ്കിൽ അങ്ങനെ, നന്നായി ചാറ് വേണമെങ്കിൽ അങ്ങനെ, ഏത് രീതിയിലാണോ ഓരോ വീട്ടിലും ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പാകാക്കിയെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ തിള വരുന്നതോടുകൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കണുള്ളൂ. ഇത്ര നേരം ഗ്രീൻ പീസ് വേവിക്കുമ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉപ്പ് പാകത്തിനൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുക. ആ തിള വരുമ്പോൾ ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ചുമക്കണ വരെ നന്നായി മൂപ്പിക്കുക. ആ ചുമക്കുമ്പോൾ നമുക്കിതിലേക്ക് കൊട്ടി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാവും. ഈ കറി ചോറിനും കൂട്ടാട്ടോ, ചോറിനും പറ്റും, പിന്നെ നൂൽപുട്ടിനും പറ്റും. ഇതിപ്പോൾ പണികളൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ പോലും എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ വറവൽ നന്നായി ചുമന്ന് വരുമ്പോൾ ഈ വറവൽ ഈ കറിയിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി തയ്യാറായി. ഈ കറി ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ.